എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാമശ്ശേരി ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു നോൺ വെജ് റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാമശ്ശേരി ഇഡ്ഡലി തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും രാമശ്ശേരി ഇഡ്ഡലിയുടെ ആ ഒരു വീഡിയോ കാണുക. അതിനുശേഷം ഇത്തരത്തിൽ, അതായത് ഈ ഒരു കോമ്പിനേഷനിൽ ഇഡ്ഡലിയും അതുപോലെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന, അതായത് നമ്മളിന്ന് ചെയ്യുന്ന ബീഫ് വിന്താലിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ബീഫ് വിന്താലി തയ്യാറാക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീഫ് വിന്താലി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പകുതി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച വിന്താലി മസാല പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വിന്താലി പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ഇറച്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അടുത്തായിട്ട് നമുക്ക് മസാലക്കും ഇറച്ചിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇറച്ചി നല്ലോണം വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന രാമശ്ശേരി ഇഡ്ഡലിയാണ്. ആ ഇഡ്ഡലിയുടെ പാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള വിന്താലിയും അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.